ഓണം ഫെസ്റ്റിവൽ ദീപാവലി அந்த மாதிரி ടൈമിൽ കേരള സ്പെഷ്യൽ ആണിത്. അപ്പൊ നമ്മൾ ഒരു പ്രിന്റ് ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വരയ്ക്കണല്ലോ. അപ്പൊ അതുപോലെ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയിലാകുമ്പോ കുറച്ച് കാലം നിൽക്കും. ഇതൊക്കെ വരച്ചിട്ട് കുറേ ആയിട്ടോ, ഒരു 6 വർഷമൊക്കെ ആവും. 6 years ആച്ചാ. കടം എടുത്തിട്ട് ആരും ഒന്നും ചെയ്യരുത്, അതുതാ മുഖ്യം. കൂടാതെ അല്ലാതെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഇരിക്കും, നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് വെച്ച് ചെറിയ രീതിയിൽ പോകുക, എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് വലുതാക്കുക. இப்போ இந்த வீடு அலங்கரிக்கிற ப்ராடக்ட்ஸ் மட்டும் இல்லாம கீழே நான் சாரி வரையறது அதோடதெல்லாம் நான் பார்த்தேன். ஸோ சாரீஸ் நீங்க பண்றீங்க, எப்பத்துல இருந்து ஆரம்பிச்சீங்க, அதை பத்தி சொல்லுங்க. ഇതും കുറെ ഒരു 6-7 വർഷം മുന്നാടി തുടങ്ങി, കൊറോണയ്ക്ക് മുന്നേ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തതാണ്. വെക്കേഷൻ ക്ലാസ് അതൊക്കെ മോള് പോയി, മോളുടെ കൂടെ ഞാനും പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അമ്മാവും പൊണ്ണും അതെ ചെയ്ത് പഠിച്ച പരിപാടി. അപ്പൊ ഇത് മ്യൂറലാണ്, മ്യൂറൽ. അപ്പൊ ഇങ്ങനെ മ്യൂറൽ ചെയ്യും. ഇത് ഫ്രണ്ട് പോർഷൻ, ഇതിൽ മുന്താണി. ഇതൊക്കെ ഈ ഹൗസ് വാമിങ് ടൈമില്, ഓണം ഫെസ്റ്റിവൽ ദീപാവലി அந்த மாதிரி ടൈമില് കേരള സ്പെഷ്യൽ ആണിത്. അപ്പൊ നവരാത്രി ടൈമില് നിങ്ങൾ പാത്തിരിക്കും, കോവിലേക്ക് പോകുന്ന എല്ലാവരും ഈ സെറ്റ് സാരി. അതെ അതെ അതെ, അതൊക്കെ ഒരു ട്രഡീഷൻ ലുക്ക്. നമ്മളിപ്പോ ഞങ്ങള് തിരുപ്പതി പോയിരുന്നു, അപ്പൊ ഇത് എടുത്തിട്ട് വന്നാൽ നമ്മുടെ പിന്നാലെ അവര് കൂടും, അവിടെ ഉള്ളവര്. ഇത് റെഡിമെയ്ഡ് ആണോ, ഇത് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട്. കയ്യാലെ വരച്ചത്, ഫുള്ളായിട്ട് കയ്യാലെ ഹാൻഡ് പെയിന്റഡ്. ദിവസം ഒരാഴ്ച കൊണ്ട് പണിക്കൊടുത്ത്. ഇത് പീകോക്ക്, ഇത് ടിഷ്യൂ സിൽക്ക് സാരിയാണ്. ഇത് വന്ന് ഇത് ടിഷ്യൂ ആകുമ്പോ ഒരു ഷൈനിങ്ങും വരും. ഫുൾ മൈലി പീലി ഇടർത്തിയ ഒരു. இதப்ப எங்க இருந்து நீங்க இப்ப 6-7 வருஷமா பண்றீங்க? சோ இதெல்லாம் இந்த வரையறதெல்லாம் சின்ன வயசுல இருந்தே தெரியுமா, இல்ல போய் കത്ത്? അപ്പൊ ചെറുതായി വരയ്ക്കും. പിന്നെ ഞങ്ങൾ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു, അതിലൂടെ ഒത്തിരി ഒക്കെ ഒന്ന് എന്താ പറയാ, അതിന്റെ ഒരു ബാലപാഠം പഠിച്ചു. அதுல இருந்து தான் பேசிக்கா ஆரம்பிச்சது. ആമാ ബേസിക്. പിന്നെ എല്ലാം നമ്മള് ഇൻബോൺ അറിയില്ലേ, ഇൻബോൺ. ഇത് സിമ്പിൾ ആയിട്ട് വെർലി പെയിന്റിങ് പറയും. ഒരുപാട് തരം പെയിന്റിങ്സ് ഉണ്ടല്ലോ, അതില് ചിലതൊക്കെ ഇതിലുള്ളൂ. നമ്മൾ ഓരോരുത്തർ പറയുമ്പോ അതിനനുസരിച്ച് ചെയ്തു. അത് വേറെ ഇതിന് പ്രിന്റ് ഔട്ടോ ഒന്നുമില്ല, വെറുതെ കൈ കൊണ്ട്. ஓகே, என்னென்ன மாதிரி அப்ப பெயிண்டிங்ஸ் பண்றீங்க? அப்ப ஃபர்ஸ்ட் ஒரு பெயிண்டிங் சொன்னீங்க, இப்போ അത് മ്യൂറല്, ഇത് വെർലി, ഇത് പിന്നെ പീകോക്ക് ഡിസൈൻ പറയും, പീകോക്ക് ഫാബ്രിക് പെയിന്റ്. ഇത് മ്യൂറലാണ്, ഉണ്ണിക്കണ്ണ. இதெல்லாம் இப்போ கேரளால இருக்கிறவங்க കണ്ടിപ്പാ വാങ്ങുവാங்க, അത് ഇല്ലാമ വലിയ അവർക്കാണ് കേരളയിലേക്കാട്ടിലും ഇഷ്ടം. എക്സ്പോർട്ട് പண்றீங்க? എക്സ്പോർട്ട് ഒന്നുമില്ല, എന്നാലും എല്ലാവരുടെയും എവിടെ നിന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരാം, എന്താണ് ഗുജറാത്ത്, തമിഴ്നാട്, ചെന്നൈയിലാണ് കൂടുതൽ. சோ அவங்க என்ன மாதிரி கேட்பாங்க? இப்போ கையாலே இப்போ ரொம்ப கஷ்டப்பட்டு ரொம்ப நாள் உட்கார்ந்து வரைஞ்சு ஏதாச்சும் சாரி இருக்கா அந்த மாதிரி? எந்த ப்ராடக்ட் அந்த மாதிரி பண்ணிருக்கீங்க? இது கஷ்டப்பட்டு இது ஃபுல்லா வர ഉണ്ട്. இது ஃபுல்லா இது யார் பண்ணா? இதோ മോള് വരച്ചത്. ആമാ, ഇത് ഈ മെറ്റീരിയലും അതുപോലെ 2000 rupees ഖാദി മെറ്റീരിയൽ ആണ്. അപ്പൊ இந்த മെറ്റീരിയൽ എங்க இருந்து വാങ്ങുறீங்க? നമ്മള് ഷോപ്പിന്ന്, ഖാദിയുടെ ഷോപ്പിന്ന്. അപ്പൊ നമ്മള് ഹാൻഡ്ലൂം വേണം പറഞ്ഞാൽ അപ്പൊ കുറച്ചുകൂടി 2 തരം ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ചീപ്പ് റേറ്റിലുള്ളത്, എന്ന് പറഞ്ഞാൽ ഖാദിയുടെ പോലെയല്ല. ഇത് നല്ല സ്മൂത്ത് ആയിരിക്കും, ഇത് നല്ല സ്മൂത്ത് ആണ്.
അതുപോലെ ഇതിന്റെ കസവും നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ നമ്മൾ ഒരു പ്രിന്റ് ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വരയ്ക്കണല്ലോ. അപ്പൊ അതുപോലെ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയിലാകുമ്പോ കുറച്ച് കാലം നിൽക്കും. ഇതൊക്കെ വരച്ചിട്ട് കുറേ ആയിട്ടോ, ഒരു 6 വർഷമൊക്കെ ആവും. 6 years ஆச்சு அது. சோ இது நம்ம வாஷ் பண்ணும்போது ഒന്നും സംഭവിക്കില്ല. இப்படிதான் கேர்ள்ஸ்க்கு இப்படிதான் சாரி வேணும். வேற என்னென்ன பெயிண்டிங்ஸ் பண்ணிருக்கீங்க? ഇത് വേഷ്ടി വരയില്ലേ, ഇത് സാരിയില്ല, സെറ്റ് സാരി. എനിക്കങ്ങനെ ഇതിലൊരു ഫ്ലോറൽ ഡിസൈൻ. അത് വന്ന് ഇവിടെ ഫ്രണ്ടില് ഇത് വരും, ഇത് വന്ന് താഴത്ത് கீழே வரும். சாரீஸ்ல எவ்வளவு ரேட்ல இருந்து ஆரம்பிக்குது? അങ്ങനെ റേറ്റ് ഒന്നും ഇതെന്ന് പറഞ്ഞാൽ സാരിയുടെ കോസ്റ്റ് പ്ലസ് വരയ്ക്കാനുള്ള ചാർജ് അങ്ങനെയാണ്. அதான் அந்த வரையறது ஈஸியான வேலையே இல்ல. അല്ല, எப்படி ரொம்ப காஸ்ட்லியா இருக்குமான்னு தெரிஞ்சுக்கணும்னு இருக்கும். അങ്ങനെയൊന്നുമില്ല. ஸ்டார்டிங் பிரைஸ் எவ்வளவுல இருந்து ஆரம்பிக்கும்? ഒരു പിക്ചർ മാത്രം വരച്ചു തരണം പറഞ്ഞാൽ അത് മാത്രം ചെയ്ത് കൊടുക്കും. 800 ആണ്. അല്ല, ഇപ്പൊ ഒരു ചെറിയ പോക്കറ്റിലൊരു ഇത് വരയ്ക്കണം, ഗണപതി ചെറുത്. 800ல இருந்து ஸ்டார்ட் ஆகுது. അല്ല, ഹാൻഡ് മെയ്ഡ് ആണെങ്കിലും ഇത് വര എന്ന് പറയുന്നത് നല്ല ചെറിയ ബ്രഷാണ്. നമ്മളിങ്ങനെ പിടിക്കുമ്പോഴില്ലേ ഇവിടെ കടക്കും, സംഭവം കയ്യിന് നല്ല സ്ട്രെയിൻ ആണ്. ரொம்ப பெயினா இருக்கும். நான் அடுத்தது கேட்க வந்த கேள்வி அதுதான். எல்லாமே ஹேண்ட்மேடா தான் பண்றீங்க. அவ்வளோ டைம் இன்வெஸ்ட் பண்ணி பண்ணும்போது இந்த பிசினஸ்ல என்னென்ன கஷ்டங்கள் இருக்கு? இவ்வளோ வருஷத்துல என்னென்ன ஃபேஸ் பண்ணிருக்கீங்க? அதுவும் கொரோனா டைம்ல എല്ലാം അപ്പോ സ്ട്രക്കായ പോലെയായിരുന്നു. ഒന്നുമില്ലല്ലോ, നമ്മള് സ്ട്രക്കായി, ഒന്നും ചെയ്യല്ല, വെറും ഉറക്കം. பிசினஸ்ல இந்த மாதிரி போயிட்டு இருந்துச்சு. ഡൾ വരില്ല ആരും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഇത്, ഇപ്പോഴാണ് ഒന്ന് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. 1 വർഷം 1 year ആയിട്ടുള്ളൂ. അതുവരെ ഒന്നുമില്ല, ആരും ഒന്നും വാങ്ങാറില്ല, ഒന്നും പുറത്ത് പോയില്ലല്ലോ. അതിനനുസരിച്ച് റിക്കവർ ആകാൻ ഒരുപാട് ടൈം ആയി. இந்த கஷ்டங்கள் இந்த ஒரு 20 வருஷத்துல ஆரம்பிச்சதுல இருந்து இப்போ வரைக்கும் என்ன மாதிரி ஸ்ட்ரகிள்ஸ்லாம் ஃபேஸ் பண்ணியிருக்கீங்க? ஏன்னா ஹேண்ட்மேடுன்னு சொல்லும்போது அந்த ப்ராடக்ட்டுக்கு அவ்வளோ வேல்யூ இருக்கும், அவ்வளோ டைம் കൺസ്യൂമിങ്, എല്ലാമേ ഈസിயான ഇത് ഇല്ല. സോ എന്നാലും ആൾക്കാര് മേടിക്കുന്നവര് ഭയങ്കര ചീപ്പായിട്ട് പറയും നമ്മളോട്. അത് കേൾക്കുമ്പോ നമുക്ക് ഇത് ചെയ്യണോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം നമ്മൾ അത്രയും ടൈം മാത്രമല്ല, നമ്മുടെ എല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും ഇതിനൊക്കെ ഇത്രയൊക്കെ ഉണ്ടോ, ആകെ ഇത്ര നെല്ലല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചോദിക്കേ. ആ നെല്ല് എങ്ങനെ അങ്ങനെ നിക്കുന്നു എന്നൊരു ബാക്ക് സ്റ്റോറി ആരറിയാ. അതെ, ഞാൻ ചിലപ്പോ എന്നിട്ട് പറയാനും വിചാരിക്കും, പക്ഷെ ഞാൻ ഒന്നും പറയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാഷ് തരാം, നിങ്ങൾക്കൊന്ന് ചെയ്തു തരാൻ പറ്റുമോന്ന് ചോദിക്കണം, പക്ഷെ ഞാൻ ചെയ്യില്ല. ചിരിച്ചോണ്ട് വിടാം. അവർക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. നമ്മൾ ആരെയും നിർബന്ധിക്കാറില്ല. അവർക്ക് ഇഷ്ടമുള്ളവര് മേടിച്ചാൽ മതി. ഇതിനോട് ഒരു താല്പര്യം ഉണ്ടാവും ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റിനോട്, അവർക്ക് മാത്രം. അതുകൊണ്ട് ഞങ്ങള് ടൗണിലൊരു ഷോപ്പ് തുടങ്ങാൻ വിചാരിച്ചു. അതൊന്നും പോവില്ല. മറ്റുള്ള പ്രോഡക്റ്റ് വിറ്റ് പോകുന്നത് പോലെ ഒരിക്കലും ഇതൊന്നും പോവില്ല. അതാണ് ഇതിന്റെ. அப்ப என்னென்ன ரிஸ்க் ஃபேக்டர்ஸ் இருக்கு? இப்ப நிறைய பேர் நிறைய ஐட்டம்ஸ் வாங்குறாங்க, நிறைய பேர் എല്ലാവരും ചൈനീസ് പ്രോഡക്റ്റ് ഒരുപാട് മേടിച്ചു വിട്ടിട്ടുണ്ട്. റയർ ആയിട്ടുള്ളത് നമ്മുടെ പ്രോഡക്റ്റിന് ഇതിന് ഇത്ര വില. ചൈനീസ് പ്രോഡക്റ്റ് ആണെങ്കിൽ സിമ്പിൾ ആക്കി കിട്ടും, നല്ല ചന്തം ഉണ്ടാകും. അതാണ് മെയിൻ. അപ്പൊ നമ്മളെ ഇന്ത്യയെ അംഗീകരിക്കുന്ന, കേരളത്തെ അംഗീകരിക്കുന്നവർ ഇത് മേടിച്ചു, അത്രയില്ല. அப்ப இப்ப தமிழ்நாட்டிலயும் இந்த மாதிரி வாங்குறவங்க இருக்காங்களா? തീർച്ചയായും കേരളത്തിലേക്കാൾ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയയാണ്. പിന്നെ അവർക്ക് ഭയങ്കര ദൈവം എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ കടവുൾ എന്ന് പറഞ്ഞാൽ അവര്. പിന്നെ ഞാൻ എൻ്റെ പണിക്കാർക്ക് ഭാഗവതം അങ്ങനെയുള്ള സംഭവമൊക്കെ ലൈവായി വെച്ചു കൊടുക്കും. അതന്നെ ഒരു പോസിറ്റീവാണ്. അപ്പൊ അത് കേട്ടിട്ടാണ് അവരിത് പണിയിടുക. അവര് പറയാ, ഞങ്ങള് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്നത്. അതൊക്കെ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ இந்த மாதிரி ப்ராடக்ட்ஸ் எல்லாம் பண்ணும்போது அதுக்கு பின்னாடி ஏதாச்சும் ஸ்டோரி இருக்கா? പഴയ കഥകൾ அந்த மாதிரி ஏதாச்சும் இருக்கா? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒന്ന് തുടങ്ങണം തോന്നി, എന്നിട്ട് പിന്നെയും വിടാൻ തോന്നിട്ടോ. ഒന്നും പോണില്ല, നമ്മളാകെ ഒന്നും പണിയെടുത്തു, എല്ലാം ഞാൻ സ്റ്റോർ ചെയ്തു, അവസാനം ഒന്നും വിറ്റ് പോകാതാകുമ്പോ നമുക്ക് സങ്കടം തോന്നുമല്ല. അങ്ങനെയൊക്കെ തോന്നാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി ഈ ഒരു യൂട്യൂബ് എന്ന ഒരു വലിയ ചാനല്, അതാണ് വലിയൊരു മാധ്യമമാണ്. സത്യം, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം.
சோஷியல் மீடியா social, வந்து yes. அப்ப மார்க்கெட்டிங் நீங்க இப்போ எப்படி பண்றீங்க? Online ஆன்லைன், வாட்ஸ்அப், இன்ஸ்டாகிராம் என்ன மாதிரி பண்றீங்க? டீடைலா சொல்றீங்களா? ഇൻസ്റ്റാഗ്രാം പേജ് ഇരിക്കുന്നത് അതിലൂടെ ഡെയിലി വീഡിയോസ് ഇടും, അത് കണ്ടുവരും. പിന്നെ യൂട്യൂബില് 1-2 ചാനലിൽ വന്നിട്ടുണ്ട്, അതൊക്കെ മില്യൺ വ്യൂസ് ആയതാണ്. പിന്നെ അത് കണ്ടിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ നമ്മുടെ വിജയം. അതന്നെ. ஓகே, அப்ப இனிமே புதுசா இந்த ப்ராஜெக்ட் இந்த ஒரு பிசினஸ் ஆரம்பிக்கணும்னு இருக்கிறவங்களுக்கு நீங்க என்ன சொல்லணும்னு விரும்புறீங்க? என்னென்ன அவங்க கேர் பண்ணணும், என்னென்ன பார்த்து பார்த்து பண்ணணும், என்னென்ன பண்ணக்கூடாது, அதெல்லாம் சொல்ல முடியுமா? കടം എടുത്തിട്ട് ആരും ഒന്നും ചെയ്യരുത്, അതുതാ മുഖ്യം. கடன் வாங்கக்கூடாது. കൂടാതെ അല്ലാതെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഇരിക്കും, നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് വെച്ച് ചെറിയ രീതിയിൽ പോകുക, എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് വലുതാക്കുക. അതാണ് ഏറ്റവും നല്ല മോട്ടിവേഷൻ ഇതിൽ പറയാം. അല്ലാതെ നമ്മൾ കടം എടുത്തിട്ട് ഇത് വിറ്റിട്ട് അത് മീട്ടാ പറഞ്ഞാൽ അതൊരിക്കലും നടക്കാതെ. அப்ப ஏன்னா இந்த மாதிரி கஸ்டமர்ஸ் வர்றது ரொம்ப கஷ்டம். இது நம்மள நம்பி நம்ம பண்றது நம்பி வர்றது ரொம்பவே கஷ்டம். இப்ப எவ்வளவு வருஷம் ஆச்சு உங்களுக்கு அந்த ஒரு നമ്പിക്കங்கிறது ഒന്ന് ക്രിയേറ്റ് പண்றது, ട്രസ്റ്റ് ഒന്ന് ക്രിയേറ്റ് പண்றதுக்கு എவ்வளவு വർഷം ആச்சு? അതൊക്കെ ഒരുപാട് വർഷം വെച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തന്നെയായിരുന്നു. ഇനി ഒരു ടൈം പാസ് ആരുമില്ല, കുട്ടികൾക്ക് ഒരു കുട്ടി ഇവിടെ വന്ന് നിൽക്കും, അപ്പൊ അവള് രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് കൂട്ടാണ്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ടൈമില്ല. അപ്പൊ അവൾക്കൊരു തുണ, എനിക്കൊരു തുണ, അങ്ങനെ ഒരു ഇതിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ ഒരു ബിസിനസ് ആയിട്ടല്ല. അപ്പൊ ഒരു സാരി വാങ്ങാൻ, 2 സാരി വാങ്ങാൻ, ഇനിയിപ്പൊ അതിൽ നിന്നൊരു ഡെവലപ്പായി ഒരു കാറ് വാങ്ങും. അടുത്തത് വേറെ என்ன പ്ലാൻ? ഒരു ഷോപ്പ് തുടങ്ങണം ഇവിടെ തന്നെ, പാലക്കാട് തന്നെ, അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഷോറൂം പോലെ എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നടക്കും. അതും ഇല്ലാമ ഇപ്പൊ നീங்க ഹെയർ ഓയിലും பண்ண ആരംഭിച്ചു. അത് എപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ പേര് ചോദിച്ചു ഇത് വ്യാവസായികമായി ചെയ്തൂടെ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം. എന്ന് പറഞ്ഞാൽ മോളൊക്കെ യൂറോപ്പിലാണ് പറഞ്ഞില്ലേ, അവർക്കൊക്കെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അവിടുത്തെ വെള്ളമൊന്നും ഇതാവാൻ, ഹെയർ ഫോൾ എല്ലാവർക്കും ഒരു പെരിയ പ്രശ്നം. പക്ഷെ അവരോട് അവര് തന്നെയാണ് പറഞ്ഞത് ഇത് തേക്കുമ്പോ അത് സ്റ്റോപ്പ് ആകുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പബ്ലിക്കിലോട്ട് വന്നത്. അത് കൊറേ എപ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് ഉപയോഗിക്കാറ്. ബിസിനസ് ആയിട്ട് ഇതാ കുറച്ച് തന്നെ ആയിട്ടുള്ളൂ. അപ്പൊ യാരെല്ലാം യൂറോപ്പില ഇരിക്കുന്നവങ്ങളാ വാങ്ങിയിരിക്കാங்க? അങ്ങനെയൊന്നുമില്ല, അവിടേക്ക് അയക്കൊന്നുമില്ല. ഇവര് പോകുമ്പോ കൊണ്ടുപോകും, ഇവരുടെ ഉപയോഗം. പിന്നെ ഇവര് വന്നിട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ റൂമിൽ മുഴുവൻ ഇതന്നെ ആയിരിക്കും, ഹെയർ തന്നെ ആയിരിക്കും. അപ്പോഴാണ് അവര് വന്നത്. നല്ലൊരു ഓയിലാണ്, കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് അതില്, വേറെ ഒന്നുമില്ല. ഇപ്പൊ പ്യുവർ വെളിച്ചെണ്ണ ഇപ്പൊ വാങ്ങുന്നത് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണോ എന്ന് പോലും സംശയമാണ്. ഇതാകുമ്പോ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെടികളൊക്കെ കുറെ കറ്റാറ് വഴിയും അലോവേര പിന്നെ വേറൊന്ന് കഞ്ഞുണ്ണീർ, അതൊക്കെ ഇവിടെ തന്നെ നമ്മുടെ പാടത്ത് തന്നെ കിട്ടും. കൊറേയൊക്കെ സാമ്പിൾ വടിയും കൊണ്ടുവന്ന് വെച്ചു. எல்லாமே നാച്ചുറൽ. இங்க இந்த வீட்லயே தான் பண்றீங்களா இல்ல? അതെ, ഇവിടെ തന്നെ ചെയ്യും. இவ்வளோ நேரம் உங்க கூட இன்ட்ராக்ட் பண்ண முடிஞ்சதுல ரொம்பவே சந்தோஷம். இவ்வளோ கஷ்டப்பட்டு ஒரு விஷயம் பண்றீங்க, கண்டிப்பா ஈஸியான விஷயமே கிடையாது. ஸோ ஃபியூச்சர் நீங்க பண்ண போற ப்ராடக்ட்ஸுக்கும் எல்லாத்துக்குமே எங்க டீம் சார்பா நாங்க வாழ்த்துக்கள் தெரிவிச்சுக்கிறோம். தேங்க்யூ ஸோ மச். தேங்க்யூ சார்.